ഇന്ന് ഓണായിട്ട് ഒരു കുഞ്ഞു 10 മൈ ലൈഫാണ്. ഇതിൽ കുക്കിംഗ് ഉണ്ട്, പിന്നെ ഒരു സെലിബ്രേഷൻ ഉണ്ട് ഓണായിട്ട്. ആദ്യം വിചാരിച്ചത് ഈ സെലിബ്രേഷന് പോണില്ല എന്നാണ്. പെട്ടെന്നായിരുന്നു എന്നാൽ പോയേക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇന്ന് ഞാനൊരു 9 മണിയാകുമ്പോഴായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ വന്നാൽ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ എണീറ്റ് ഇതേ ബ്രഷെല്ലാം ആദ്യം ചെയ്തു. ഇനി നേരെ താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് ചായ എല്ലാം കുടിക്കണം. അപ്പോൾ ചാർജറും ട്രൈപോഡും എല്ലാം എടുത്തിട്ട് അങ്ങ് ഇറങ്ങുകയാണ്. താഴത്ത് വലിയൊരു ഗോപുരം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതെങ്ങാനും പൊട്ടിച്ചാൽ പിന്നെ ഇവിടെ യുദ്ധമായിരിക്കും. അതുകൊണ്ട് അതിൽ ചവിട്ടാതെ അങ്ങ് ഇറങ്ങിപ്പോയേക്കാം. അമ്മച്ചി ചോറിനുള്ള പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ചായ എല്ലാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ ചൂടില്ലാത്ത ചായ ഒന്നും ഒട്ടും കുടിക്കാൻ തോന്നത്തില്ല. പിന്നെ അതെല്ലാം ചൂടാക്കി ഇന്ന് ദോശയും പിന്നെ തലേന്നത്തെ മീൻകറിയായിരുന്നു കേട്ടോ. ആ ഒരു കോംബോ അടിപൊളിയാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ ചായ കുടിച്ചെന്ന് എണീറ്റ ശേഷമാണ് പിന്നെ അനിയത്തി വന്ന് കുടിച്ചത്. മുറ്റത്തെ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇന്നലെ രാത്രി ഇവിടെ നന്നായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വലിയ മഴ പെയ്തതിൻ്റെ താട്ടോ കാണുന്നത്. പിന്നെ ഇന്ന് പണിക്കാരും ഉണ്ടാവില്ല, ഇന്ന് ഓണാണല്ലോ, അതുകൊണ്ട് അവർക്കും ഇന്ന് ലീവാണ്. ഞാൻ പിന്നെ കുറച്ച് നേരം മുറ്റത്ത് അങ്ങനെ ഇരുന്നു. ഈ സമയത്ത് ഭയങ്കര തണുപ്പാണ്. പിന്നെ കുറച്ച് വെയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒടുക്കത്തെ ചൂടായിരിക്കും. പിന്നെ ഉച്ചക്കത്തേക്ക് ഇന്ന് നമുക്ക് കർമ്മൂച്ചക്കായ ഉപ്പേരിയാണ്. പെട്ടെന്നാണ് ഉമ്മച്ചിനോട് പറഞ്ഞത് ഇന്ന് ഓണായിട്ട് എന്തായാലും സദ്യ ഒന്നും നമ്മൾ വെക്കുന്നില്ല, അപ്പോൾ പിന്നെ ഉള്ളത് വെച്ച് ഒരു പൊതിച്ചോറ് അങ്ങ് തട്ടിക്കോട്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഓമക്കായ ഉപ്പേരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ ഫ്രിഡ്ജിൽ ചെറിയൊരു മുറി മത്തന ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വൻപയർ ഇട്ടിട്ട് അതും അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതും അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു കുഞ്ഞു പൊതിച്ചോറാട്ടോ, വലിയ ഐറ്റംസ് ഒന്നുമില്ല. പിന്നെ ഉമ്മച്ചിങ്ങനെ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിരുന്നു. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയം അനിയത്തിയായിരുന്നു ക്ലീനിങ് പരിപാടിയിൽ. പിന്നെ ഉമ്മച്ചി ഇത് വാഴൻ്റെലൊക്കെ വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു. ഒത്തം മേലായിരുന്നു, കിട്ടാൻ നല്ല പണിയായിരുന്നു. ഇത് ഇന്ന് ഈവനിങ് ആകുമ്പോൾ നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാട്ടോ ചിക്കൻ മസാല കൂട്ടാൻ പോകുന്നത്. ഈ ഒരു പാത്രം കണ്ടോ, അടിപൊളിയാട്ടോ, ഒത്തിരി യൂസ്ഫുള്ളാണ്. നമ്മുടെ മസാല പൗഡർ മൊത്തം അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ആ ഒരു പാത്രം എടുത്താൽ മതി. വേറെ ഒരുപാട് പാത്രങ്ങളൊന്നും വലിച്ചിടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ എന്തായാലും ഓർഡർ ചെയ്തോളൂ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇത് ഞങ്ങളുടെ അടുത്ത് കണ്ടിട്ട് എൻ്റെ അമ്മായും ഇതുപോലത്തെ ഒരെണ്ണം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അത്രക്കും ഇത് അടിപൊളിയാണ്. ഇന്നത്തെ പിസ്സയും ഒരു തട്ടിക്കൂട്ടാണ്. നമ്മൾ മൈദാമാവ് വെച്ചിട്ടല്ല ബ്രെഡ് വെച്ചിട്ട് ഉണ്ടാക്കുമല്ലോ സിമ്പിളായിട്ട്. അപ്പം അങ്ങനത്തെ ആയിട്ട് ഉണ്ടാക്കുന്നത്. ഇനി പൊതിച്ചോറിനായിട്ടുള്ള വാഴന്തല നമുക്ക് നന്നായി വാട്ടിയെടുക്കണം. നാളെ വീട്ടിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ചിക്കൻ മസാല നമ്മൾ നാളേക്ക് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് തന്നെ മസാല കൂട്ടി വെച്ചാൽ നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള മസാല എല്ലാം തയ്യാറാക്കുക കേട്ടോ. ഇത് ഗസ്റ്റ് എന്ന് പറയാൻ വേറെ ആരുമല്ല, എൻ്റെ അനിയത്തി അവളുടെ ഹസ്ബൻഡും ആട്ടോ വരുന്നത്. നാളെ ഞങ്ങൾക്കൊരു മാരേജ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അവർ നേരെ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളതാണിത്. പിന്നെ നമ്മുടെ പൊതിച്ചോറ് ഇതേ ഞാനിവിടെ കെട്ടി വെക്കുകയാണ്. ആവശ്യത്തിനുള്ള ചോറ് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് കൂട്ടാനുണ്ടാകുമ്പോൾ ചോറ് വല്ലാതെ അങ്ങ് പോവില്ല. പിന്നെ ഓമക്കായ അച്ചാർ, ബീട്രൂട്ട് അച്ചാർ, പിന്നെ മത്തനും വൻപയറും കൂടി ഇട്ട് ഉപ്പേരി വെക്കുമല്ലോ, അത്, മുട്ട പൊരിച്ചത്, ഒരു മത്തി പൊരിച്ചത്, നമ്മുടെ ഓമക്കായ ഉപ്പേരി, അതെല്ലാം കൂടി വെച്ചിട്ടുണ്ട്. പപ്പടം കൂടി ഉണ്ട്, അത് ഇതിൽ വെച്ച് കെട്ടാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഉരുളൻകിഴങ്ങ് പൊരിച്ചതും കൂടിയാണ്. എനിക്ക് ഈ പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് ഒട്ടും അറിഞ്ഞൂടാ. എന്നെക്കൊണ്ട് വയ്ക്കുന്നത് പോലെ വാഴൻ്റെലയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊതിഞ്ഞു ന്യൂസ് പേപ്പറിലും പൊതിഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. ഇത് തീരെ അറിയാത്തൊരു കാര്യം കേട്ടോ. എന്നാലും സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം എടുത്ത് തന്നെ വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഇടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു. പിന്നെ ഇത് നമ്മുടെ പൊതിച്ചോറ് ഇവിടെ തുറക്കുകയാണ്. ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ഓണപരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇന്ന് വീട്ടിൽ മീൻകറി ആയിരുന്നു. പക്ഷേ ഈ പൊതിച്ചോറിലോട്ട് മീൻകറി ഒഴിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതിലുള്ള കൂട്ടാനെല്ലാം കൂടി കൂട്ടി കുഴച്ച് കഴിക്കാനാട്ടോ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാനിങ്ങനെ കറിയൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി. ഇനി ഞങ്ങൾ പോവുകയാണ്. ഉപ്പാൻ്റെ ഒപ്പാട്ടോ പോകുന്നത്. ഉപ്പ അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി പോവുകയാണ്. എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നില്ല, അവളില്ലാന്ന് പറഞ്ഞ്. ഇത് ഞാൻ 1 മുതൽ 4 വരെ പഠിച്ച സ്കൂളാണ്. അന്നൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. കാലം പോകുന്തോറും സ്കൂളിൻ്റെ മാറ്റം ഇങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ എന്നെ പഠിപ്പിച്ച സാറുമാരെ മിസ്സുമാരെല്ലാവരും കണ്ടു, ഒത്തിരി സന്തോഷം. എന്നാലും പരിപാടി അടിപൊളിയായിരുന്നു. ഞാനായിരുന്നു അവിടുത്തെ ക്യാമറ വുമൺ. പരിപാടി തുടങ്ങിയ മുതൽ അവസാനിക്കുന്നത് വരെ
മതി. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോക്കോബാറും ചായയും കടിയും എല്ലാം ഉണ്ട് കേട്ടോ. നോക്കി നിന്നൊരു സുന്ദരി ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്നിഴിക്കോണിൽ. നോക്കി നിന്നൊരു സുന്ദരി ചൊല്ലുമോ നീയേതാ, പറയുമോ പേരെന്താ, സ്നേഹമായി കൂടുമോ നാരിയായി ഞാൻ വരാം. അഴകേ അഴകേ തളിരേ കുളിരേ, അഴകേ അഴകേ തളിരേ കുളിരേ, ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി. ഇത് മോന് കിട്ടിയ ഗിഫ്റ്റ് ആട്ടോ. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സ്നാക്സ് ബോക്സ് ആയിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയ പാടനെ പിസ്സ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ബട്ടറിലാട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ബ്രെഡെല്ലാം കുഴച്ച് വെച്ച് അത് പാനിലേക്ക് അങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ബ്രെഡ് രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കണം. പക്ഷെ ഞാനത് വിട്ടുപോയി. തിരക്കിനിടയിൽ പെട്ടെന്നെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ കാര്യം അങ്ങ് വിട്ടുപോയി. അങ്ങനെ ആദ്യത്തേത് അങ്ങനെ ഉണ്ടാക്കി. രണ്ടാമത്തത് പിന്നെ പാനിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് സെറ്റ് ചെയ്തെടുത്തത്. ഇന്ന് പരിപാടിക്ക് പോയതിൻ്റെ ക്ഷീണം എനിക്ക് നന്നായിട്ടുണ്ട്. എന്താണെന്നറിയില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നൊക്കെ എന്തായാലും നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.